നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ രാത്രി തുടങ്ങിയ മഴയുണ്ട്. അത് 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ രാവിലെ എണീച്ച ഉടനെ തന്നെ ഞാൻ വേഗം അടുപ്പ് കത്തിച്ചു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുപ്പ് കത്തിച്ച് എന്തായാലും പല്ലൊക്കെ തേക്കുമ്പോഴേക്ക് എന്തായാലും വെള്ളം ചൂടാവുമല്ലോ പറഞ്ഞിട്ട് ഞാൻ ആകെ എണീച്ച് വന്നത് അങ്ങനെ അടുപ്പ് കത്തിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിക്കുമ്പോഴേക്ക് വെള്ളം ചൂടാവും, അങ്ങനെ അരി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ പുതിയ പേസ്റ്റ് എടുത്തിട്ട് അതിനെ അവിടെ വെച്ചു കേട്ടോ. അപ്പോൾ പഴയ പേസ്റ്റിൽ ഇന്നും കൂടി ഒന്ന് പല്ല് തേക്കാനുള്ള പേസ്റ്റ് കിട്ടുമോ പറഞ്ഞിട്ട് ഞാൻ നോക്കുകയുണ്ട്. അപ്പോൾ ആവുന്നത് ഇന്നും കൂടി ഇതും കൊണ്ട് പല്ല് തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പീച്ച് നോക്കുമ്പോൾ വരുന്നില്ല. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇതും കൊണ്ട് എങ്ങനെയൊക്കെ ഒപ്പിച്ചു കേട്ടോ. ഞാൻ പീച്ച് അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇന്ന് പീച്ചുമ്പോൾ വരുന്നില്ല. അപ്പോൾ എന്തായാലും അതിന് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളതൊക്കെ എടുക്കുകയുണ്ട്. അപ്പോൾ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളെ അത് എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഉണങ്ങി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നും കൂടി അങ്ങോട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉള്ള പേസ്റ്റിനെയൊക്കെ അങ്ങോട്ട് തോണ്ടി എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നാളെ മുതൽ പുതിയ പേസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളതിനെ കണ്ട് തോണ്ടി എടുത്തു. അപ്പോൾ ഇടയിലതാ വിറകൊക്കെ ഒന്ന് നീക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുപ്പ് കെട്ടില്ല വേണ്ട കത്തുന്നത്. അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് അടുപ്പ് കത്താനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുപ്പൊക്കെ നീക്കി കൊടുത്ത് ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പല്ല് തേക്കുന്നുണ്ട്. അവിടെ ആരോ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയണമെന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ പല്ല് തേപ്പിൽ. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചായ എടുത്ത് കുടിക്കണം. അപ്പോൾ നമ്മൾ കട്ടൻ ചായ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ചായ നല്ലോണം ചൂടാറണം കേട്ടോ. ചൂട് പാടില്ല ചായ. എല്ലാവരും പറയും നല്ല ചൂടോടെ ചായ കുടിച്ചാലാണ് ചായ കുടിച്ചു എന്ന് തോന്നുള്ളൂ. എനിക്ക് നേരെ തിരിച്ചാണ്ട, നല്ലോണം ചായ ചൂടാറണം, എന്നാലും എനിക്ക് കുടിച്ചു എന്ന് തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് മുഖമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ ബർക്കിയും കട്ടൻ ചായയും കൂടി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കാണ് തിന്നാൻ മേടിച്ചിട്ട് വരുന്നതെന്ന് പേരുള്ളൂ കേട്ടോ. പകുതി മുക്കാലും ഞാൻ തന്നെയായിട്ട് എടുത്ത് തിന്നെ. എനിക്ക് ഈ കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒന്നുകിൽ മിച്ചർ ബർക്കി അങ്ങനെ എന്തെങ്കിലും വേണം കേട്ടോ കട്ടൻ ചായ കുടിക്കുമ്പോൾ. അല്ലെങ്കിൽ കട്ടൻ ചായ ഒറ്റയ്ക്ക് കുടിക്കുമ്പോൾ എനിക്ക് അത് അങ്ങോട്ട് ചായ അങ്ങോട്ട് കുടിക്കുന്നത് ശരിയാവില്ല. അപ്പോൾ എന്തെങ്കിലും മിച്ചർ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ഞാൻ കട്ടൻ ചായയിൽ ബർക്കി മുക്കി കഴിക്കണം. അപ്പോൾ ചൂടില്ലാത്തത് കൊണ്ട് തന്നെ ഈ ബർക്കി കുതിർന്നില്ല കേട്ടോ. അത് കടിച്ചിട്ട് അങ്ങോട്ട് തട്ടുന്നില്ല. അപ്പോൾ നല്ലോണം ചായയിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കടിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചായ കുടിക്കുമ്പോൾ എപ്പോഴും ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുക. അപ്പോൾ അടുപ്പ് കെടുന്നതും അറിയാം, ചോറൊക്കെ തിളയ്ക്കുന്നതും ഇടയ്ക്ക് ഇളക്കി നോക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ചായ കുടിക്കും. ഉമ്മറത്ത് എവിടെയും പോയി ഇരുന്ന് കഴിഞ്ഞാൽ അടുപ്പ് കെട്ട് കഴിഞ്ഞാൽ അറിയില്ല വേണ്ട. അപ്പോൾ ഇവിടെ ഇരുന്ന് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അവിടെ ഇരുന്ന് ഇങ്ങനെ കുടിക്കാൻ. അപ്പോൾ അതാ ചായയൊക്കെ കുടിക്കുമ്പോഴേക്ക് ഞാൻ നോക്കുമ്പോഴേക്കും വെള്ളം നല്ലോണം തിളച്ചു മറിഞ്ഞു. ഇപ്പോൾ എന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അരി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ എണിച്ചപ്പോഴേ എനിക്ക് തലയൊക്കെ ഒരുമാതിരി ഉണ്ട് കേട്ടോ, ഒരു പനി വരുന്നത് പോലെ ഉണ്ട്. ഉണ്ണിക്കുട്ടിന് ഇവിടെ 2-3 ദിവസമായിട്ട് പനിയാണ് കേട്ടോ. അപ്പം മരുന്നൊക്കെ കൊടുത്ത് നമ്മൾ ഡോക്ടറെയൊക്കെ കാണിച്ചതാണ്. പക്ഷേ വലിയ കുറവൊന്നും ഇല്ല കേട്ടോ. പനി നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഒന്ന് മാറും, കുറച്ച് കുറയും, പിന്നെ അടുത്ത മരുന്ന് കൊടുക്കാൻ സമയമാകുമ്പോഴേക്ക് പിന്നെയും ഇങ്ങനെ പനി വന്നുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങാനേ പറ്റിയിട്ടില്ല. ഉണ്ണിക്കുട്ടിന് പനി കൂടുതലായതുകൊണ്ട് നമ്മൾ തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ തുടച്ചു നനച്ച് കൊടുക്കുമായിരുന്നു തുണി കൊണ്ട്. പിന്നെ അവന് രാവിലെ എണിച്ചപ്പോൾ അവന് തീരെ വയ്യാട്ടോ, നല്ല ക്ഷീണമുണ്ട്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കേണ്ടി വരുമോ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം മരുന്ന് കഴിഞ്ഞിട്ടില്ല, 2-3 ദിവസമായി ഈ പനി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയി, പക്ഷെ മരുന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ മാറുന്നല്ലാണ്ട് വലിയ കുറവൊന്നുമില്ല. അത് അടുത്ത മരുന്ന് കൊടുക്കാൻ സമയമാകുമ്പോഴേക്ക് പനി വരും. അപ്പോൾ അവൻ്റെ തല വേദനിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നെറ്റിയിൽ തുണിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കിടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് എന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുക്കളയിൽ പണി ചെയ്യുന്നത് മുറ്റുപടിക്കുന്നതൊക്കെ വഴി കിടക്കുമ്പോൾ കാണും. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇവിടെ കിടത്തിയിരിക്കുന്നത്. റൂമിൽ കിടക്കാൻ വേണ്ടിയിട്ട് അവൻ കിടക്കണേ ഇല്ല. പിന്നെ പനി പിടിച്ച് കഴിഞ്ഞാൽ അവന് ഭയങ്കര വാശിയായിരിക്കും. അമ്മ വാ അടുത്ത് കിടക്ക്, എന്നെ എടുക്ക്, അങ്ങനത്തെ ഓരോരോ വാശികൾ. അപ്പോൾ അമ്മ പണി ചെയ്യട്ടെ, കഞ്ഞി വെച്ചിട്ട് ഉണ്ണിക്ക് കഞ്ഞി തരാട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവന് നെറ്റിയിൽ തുണിയൊക്കെ ഇട്ട് കൊടുത്ത് പുതച്ചിട്ട് കിടത്തിയിട്ടാണ്. അപ്പോൾ പിന്നെ അവൻ അങ്ങനെ കിടന്നു. അവിടെ കിടക്കുമ്പോൾ അവന് കുറച്ച് നേരം അവൻ ഇങ്ങനെ ടി വിയും കണ്ട് കിടക്കും, പിന്നെ എന്നെയും കാണുമല്ലോ. അപ്പോൾ അങ്ങനെ കിടക്കുന്നുണ്ട്. നല്ല ക്ഷീണമായിട്ടുണ്ട് കുട്ടിക്ക്. അങ്ങനെ പിന്നെ ചോറൊക്കെ ആയിട്ടാണ്. ചോറായി ഞാനിതാ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചോറായതിന് ശേഷം ഞാൻ അവന് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പപ്പടം ചുടുകയുണ്ട്. ഇനിയിപ്പോൾ ഈ പപ്പടം ചുട്ടിട്ട് അവൻ കഞ്ഞി കുടിക്കുമെന്ന് അറിയില്ല കേട്ടോ. ഇന്നലെ രാത്രി ലേശം കഞ്ഞി എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തതാണ്. അപ്പോൾ ഛർദ്ദിക്കും കൂടി ചെയ്യുമ്പോൾ അവന് പിന്നെ പേടിയുണ്ടോ, ഛർദ്ദിക്കും, എന്ത് കൊടുത്താലും ഛർദ്ദിക്കും പറഞ്ഞിട്ട് അവൻ ഒന്നും കഴിക്കണമില്ല, നല്ല ക്ഷീണമായിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഇവിടുത്തെ മരുന്ന് കൊടുത്തിട്ട് ഒന്നും മാറുന്നില്ല. ഇനി നോക്കട്ടെ, ഇന്നും കൂടി നോക്കിയിട്ട് അവനെ ഇനിയിപ്പോൾ വേറെ എന്തായാലും ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കഞ്ഞി കുടിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അവന് മരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് അവന്. അപ്പോൾ ഞാൻ എന്തായാലും കഞ്ഞി കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഞ്ഞി കുടിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ അധികം അങ്ങോട്ട് കുടിക്കണില്ല കേട്ടോ കഞ്ഞി. അപ്പോൾ ഞാൻ വെള്ളമാണ് കൂടുതലായിട്ട് കൊടുക്കാൻ നോക്കുന്നത്. അപ്പോൾ അവൻ ചുട്ട പപ്പടം ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് കഞ്ഞി കുടിക്കുമ്പോൾ എന്നാലാണ് ശരിയാവുള്ളൂ, ഉണ്ണിക്ക് ഉഷാറാവുള്ളൂ, അല്ലെങ്കിൽ ഡോക്ടർ സൂചി വെക്കും പോയി കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു മാസത്തിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ആശുപത്രിക്ക് ഇവിടുന്ന് പോകേണ്ടി വരും കേട്ടോ. ഒന്നെങ്കിൽ പൊമ്മൂനെയും കൊണ്ട് പോകണം, അല്ലെങ്കിൽ അവനെയും കൊണ്ട് പോകേണ്ടി വരും, ഉണ്ണിക്കുട്ടിനെയും കൊണ്ട് പോകേണ്ടി വരും. ജലദോഷമോ ചുമ, ഒരാൾക്ക് ഒരു ചുമ വന്നു കഴിഞ്ഞാൽ അടുത്താൾക്ക് പനി വരും, അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ കഞ്ഞിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മരുന്ന് കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും അവന് ഛർദ്ദിയൊക്കെ
തുടങ്ങിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഛർദ്ദിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും മരുന്നൊക്കെ കൊടുക്കട്ടെ, എന്നിട്ട് ഞാനൊക്കെ കിടത്താം, എന്നിട്ട് നോക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവന് മരുന്ന് കൊടുക്കണം. അപ്പോൾ പനീൻ്റെയും ചുമേൻ്റെയും ജലദോഷത്തിൻ്റെയും എന്ന് പറഞ്ഞ ഒരു 4-5 വക മരുന്നുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അവന് കൊടുക്കണം. കൊടുത്തിട്ട് കുറച്ച് നേരം കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കഞ്ഞിയൊക്കെ കൊടുത്തപ്പോൾ കുറച്ച് കഞ്ഞിയൊക്കെ അവൻ കുടിച്ചപ്പോൾ ഒരു ഇത്തിരി ഉഷാറൊക്കെ വന്ന പോലെ തോന്നുന്നുണ്ട്. അവൻ അങ്ങനെ ഒന്ന് എണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പനി എങ്ങനെയുണ്ട് പറഞ്ഞിട്ട് നോക്കുകയുണ്ട. അപ്പോൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ എന്തായാലും പനി കുറവായി കാണിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത മരുന്നിന് സമയമാവുമ്പോഴാണ് കേട്ടോ പനി വരുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വേറെ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ അവൻ കുറച്ച് നേരം കിടക്കട്ടെ, കഞ്ഞിയൊക്കെ കുടിച്ചത്. അപ്പോൾ കുറച്ച് നേരം കിടന്നിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ 98 കാണിക്കുന്നത്. അപ്പം പനി കുറഞ്ഞ് ഇപ്പോൾ കാണിച്ചാലും പിന്നെയും കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഡോക്ടറെ അടുത്ത് കാണിക്കണം. അപ്പോൾ കഞ്ഞിയും മരുന്നൊക്കെ കുടിച്ച് അവ അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണിച്ച് നടക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവനെ കൂടെ. എണിച്ച് നടന്നു കഴിഞ്ഞാൽ മേലും കൈ ഇളകും, പിന്നെയും പനി വരും, പനി കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങനെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അവ അങ്ങനെ മഴയും നോക്കിയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മറത്തെ വാതിൽ തുറന്നിട്ടത് കൊണ്ട് അവന് മഴ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ പനിയൊക്കെ എത്രയും പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണേ.